നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ഉമ്മൻ, ന്യൂറോ സർജനാണ്. വളരെയധികം അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആക്സിഡൻറ്റ് മൂലം ഉണ്ടാകുന്ന പരിക്കുകൾ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ആക്സിഡൻറ്റ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സ്റ്റേജസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, അതായത് ആക്സിഡൻറ്റ് വരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ള. അപ്പോൾ അതിനാണ് നമ്മൾ സേഫ് ഡ്രൈവിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. ഹെൽമെറ്റ് ഉപയോഗിക്കുക, സ്പീഡ് കൺട്രോൾ ചെയ്യുക, സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക, ലൈൻ ട്രാഫിക് ഫോളോ ചെയ്യുക, പിന്നെ റോഡ് കറക്റ്റായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻ റോഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഒരുപാട് മോശം റോഡാണെങ്കിൽ അപകട സാധ്യതകൾ വളരെയധികം കൂടും. അപ്പം പ്രിവെൻറ്റീവ് മെഷേഴ്സ്, അത് ട്രാഫിക് കൺട്രോൾ ചെയ്തും അപകടങ്ങൾ വരാതെ സൂക്ഷിക്കുക. സെക്കൻഡ് സ്റ്റേജാണ് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ആക്സിഡൻറ്റ് സൈറ്റിലുള്ള ചികിത്സ. അതായത് ഈ ഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഇമ്മീഡിയറ്റ് ഫേസാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഈ രോഗീനെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പബ്ലിക്കാണ്. അപ്പം പബ്ലിക് അവയർനെസ്, അതായത് ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പബ്ലിക് അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബ്ലീഡിങ് കൺട്രോൾ, ബ്ലീഡിങ് വരുമ്പോൾ എന്ത് ചെയ്യണം, അപ്പം ബ്ലീഡിങ് വരുമ്പം എവിടെ നിന്നാണ് ബ്ലീഡിങ് വരുന്നത് അവിടെ കണ്ടിന്യൂസ് പ്രഷർ, ഒരു 2 to 3 മിനിറ്റ്സ് കണ്ടിന്യൂസ് പ്രഷർ അപ്ലൈ ചെയ്യണം. ഇൻ്റർമീഡിയറ്റ് പ്രഷറല്ല, കണ്ടിന്യൂസ് പ്രഷർ അപ്ലൈ ചെയ്ത് ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ടൈം ഒരു 2 to 3 മിനിറ്റ് വരെ. അപ്പോൾ ഒരു 3 മിനിറ്റ് വരെ കണ്ടിന്യൂസ് പ്രഷർ അപ്ലൈ ചെയ്യണം. അത് കൂടാതെ കൈയോ കാലോ ആണെങ്കിൽ പൊക്കി വെക്കുക, അത് ഹാർട്ട് ലെവലിൽ നിന്ന് മുകളിൽ വെക്കുക. അപ്പം പമ്പിങ് പ്രഷർ കൂടുമ്പം ബ്ലീഡിങ് കുറയും. ഈ 2 കാര്യങ്ങൾ വെച്ച് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യണം. പിന്നെ പേഷ്യൻറ്റിനെ പറ്റാത്തപോലെ അനക്കാതെ തന്നെ വെക്കുക. കാരണം നമുക്കറിയില്ല സ്പൈനൽ കോഡ് ഇഞ്ചറി ഒക്കെ ഉണ്ടോ എന്നുള്ളത്. പാർഷ്യൽ ഇഞ്ചറി ഒക്കെ ആണെങ്കിൽ പേഷ്യൻറ്റ് നമ്മൾ വെർട്ടിബ്രൽ ഇഞ്ചറി വന്നിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചറി വരാതെ ഒരു പേഷ്യൻറ്റിനെ നമ്മുടെ മാൻ ഹാൻഡ്ലിങ് കാരണം പലപ്പോഴും വീണ്ടും അത് കോംപ്ലിക്കേറ്റഡായി സ്പൈനൽ കോഡിന് ഇഞ്ചറി വരാം. അപ്പോൾ ഇഞ്ചറി ഇല്ലാത്ത ഒരാൾ മാൻ ഹാൻഡ്ലിങ് കാരണം ചിലപ്പോൾ ഇഞ്ചറി വരാം. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് പേഷ്യൻറ്റ് അനക്കാതെ വെക്കുക. എന്നിട്ട് വളരെ കെയർഫുള്ളായിട്ട് ലോഗ് റോൾ ചെയ്ത്, അതായത് പേഷ്യൻറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാതെ ഒരേപോലെ ചരിച്ച് എന്തെങ്കിലും പല കഷ്ണമോ എന്തെങ്കിലും പ്ലാസ്റ്റിക് കഷ്ണമോ അടിയിലോട്ട് വെച്ചിട്ട് പിന്നെ നേരെ കിടത്തി അതിൻ്റെ പൊക്കിയെടുത്ത് വളരെ സേഫായിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. പിന്നെ എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് സ്പ്ലിൻറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് സൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്പ്ലിൻറ്റ് ചെയ്യാതെ ട്രാൻസ്ഫർ ചെയ്താൽ പേഷ്യൻറ്റ് ഭയങ്കര പെയിൻ ആയിരിക്കും. അതുമാത്രമല്ല കൂടുതൽ ഡാമേജസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അബ്ഡോമിനൽ ഓർഗൻസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്ത് വേണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. പിന്നെ എന്തെങ്കിലും ഓർഗൻസ് വല്ലതും ആംപുറ്റേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഓർഗൻസിനെ ഏറ്റവും സേഫായിട്ട്, അതിനെ ഒരുപാട് ഡാമേജ് വരാതെ ഏറ്റവും സേഫായിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് ഒരു ക്ലീൻ ബാഗിൽ പൊതിഞ്ഞ് മറ്റൊരു ഐസുള്ള മറ്റൊരു ബാഗിലേക്ക് പൊതിഞ്ഞ് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. അങ്ങനെ ഓൺ ദ സൈറ്റ് ഓഫ് ടൈം ഓഫ് ഇഞ്ചറി ഉള്ള കെയർ പബ്ലിക്കിന് മാക്സിമം നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാൽ ആ ഒരു സമയത്തുള്ള ചികിത്സ എന്ന് വെച്ചാൽ പിന്നീടുള്ള ചികിത്സയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ സൈറ്റ് ഓഫ് ആക്സിഡൻറ്റ്. മൂന്നാമത്തെ ഫേസാണ് അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള കെയർ. അതും ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസാണ്. ആ സമയത്തും മിക്കവാറും ആംബുലൻസ് ഡ്രൈവറും പബ്ലിക്കും ചേർന്നായിരിക്കും ചികിത്സ ചെയ്യുന്നത്. ആ സമയത്ത് പേഷ്യൻറ്റിന് ആദ്യം ഷെയ്ക്ക് ആവാതെയും ബ്ലീഡിങ് കൺട്രോളും പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും വരാതെ വളരെ സേഫായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക. നാലാമത്തെ ഫേസ് വെച്ചാൽ ഹോസ്പിറ്റലിലുള്ള ഫേസ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ട്രോമ കെയർ ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് എല്ലാ മൾട്ടി കെയർ ഹോസ്പിറ്റൽസും ട്രോമ കെയറിനെ പറ്റിയ എല്ലാ ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റൽസും നമ്മുടെ കേരളത്തിൽ ഉണ്ട്. അപ്പം എല്ലാ ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ഫേസ് എന്ന് വെച്ചാൽ ചികിത്സ കഴിഞ്ഞിട്ട് റീഹാബിലിറ്ററി ഫേസ്, അതായത് ആക്സിഡൻറ്റ് മൂലം ഉണ്ടാക്കുന്ന വൈകല്യങ്ങൾ പിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള റീഹാബിലിറ്ററി ഫേസ്. ഫിസിയോതെറാപ്പിയും ന്യൂറോ റീഹാബിലിറ്ററി കെയറും ഒക്കുപേഷണൽ തെറാപ്പി, സോളോയിങ് തെറാപ്പി, അങ്ങനെ പല രീതിയിലുള്ള റീഹാബിലിറ്ററി ഫേസ്. അതാണ് അഞ്ചാമത്തെ ഫേസ്. അപ്പം ട്രോമ കെയറിന് ഈ 5 ഫേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 ഫേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തിയാൽ ആക്സിഡൻസ് മൂലം ഉണ്ടാകുന്ന മരണവും ആക്സിഡൻറ്റ് മൂലം ഉണ്ടാകുന്ന വൈകല്യം ഒരു നല്ല ശതമാനം വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. താങ്ക് യു.